ഹലോ, നിങ്ങൾ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇറ്റലിയിലേക്ക് പുതുതായി വരാൻ ആഗ്രഹിക്കുന്നവർ പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കിയാൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. പ്രത്യേകിച്ച് ജോലി, ഭാഷ, ഡോക്യുമെന്റ്സ്, ജീവിത ചെലവുകൾ എന്നിവയെല്ലാം വളരെ പ്രധാനമാണ്. ഇന്ന് ജോലിക്കും പഠനത്തിനുമായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. അതിനായി നമ്മൾ ആദ്യം പല ഏജന്റുമാരെയും ഏജൻസികളെയും ആശ്രയിക്കും. ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയും വ്യാജരേഖകൾ കാണിച്ചും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പൈസ വാങ്ങി പിന്നീട് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞായിരിക്കും നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിയുക പോലും ചെയ്യുക. പലതരം വിസ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിലൊന്നും ചെന്നുപെടാതെ സൂക്ഷിക്കുക. കുടുംബത്തെ രക്ഷിക്കാൻ, അതുമല്ലെങ്കിൽ പഠനത്തിനോ നല്ലൊരു ഭാവിക്കായോ യൂറോപ്പിലേക്ക് വരാൻ കടം വാങ്ങിയും ലോൺ എടുത്തുമായിരിക്കും മിക്കവരും ഏജൻസികൾക്ക് പൈസ നൽകുക. ചിലപ്പോൾ പല ഘട്ടങ്ങളിലായി വലിയ തുക തന്നെ നൽകും. പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് പുറകെ പോയാലും കൊടുത്ത തുക തിരികെ കിട്ടണമെന്നില്ല. ഇതുപോലെ പറ്റിക്കപ്പെട്ട ഒരുപാട് കേസുകൾ ഡെയിലി ഇവിടെ മലയാളി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ അന്വേഷിച്ചതിന് ശേഷം മാത്രം പണമിടപാടുകൾ നടത്തുക. പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇറ്റലിയിൽ വരുന്നവർ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇവിടുത്തെ ഭാഷ, ഇറ്റാലിയൻ ഭാഷയുടെ പ്രാധാന്യം വളരെ വലുതാണ്. അതുപോലെ എങ്ങനെ, എവിടെ പോയാൽ ജോലി കിട്ടും, എത്ര സാലറി ഉണ്ട്, ജോലിയുടെ സമയം എങ്ങനെയാണ്, താമസം ലഭിക്കുമോ, കോൺട്രാക്റ്റ് എങ്ങനെയാണ്, റെന്റ് എങ്ങനെയാണ്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഹെൽത്ത് സിസ്റ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ മലയാളികൾക്കിടയിൽ പല സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഇറ്റലിയെക്കുറിച്ചുണ്ട്. ആദ്യമായി ഞാൻ ഇറ്റലിയിൽ എത്തുമ്പോൾ എനിക്ക് ഇവയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അതിനാൽ തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇവിടേക്ക് ആദ്യമായി വരുന്ന മലയാളികൾ മിക്കവരും അത് അനുഭവിച്ചവരാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കുള്ള അഡാപ്റ്റിംഗ് കപ്പാസിറ്റി വെച്ച് നമുക്കിതെല്ലാം ഫേസ് ചെയ്യാനും അതിനോട് ഇടപഴകി ജീവിക്കാനും പതിയെ നല്ലതും ചീത്തയും എല്ലാം മനസ്സിലാക്കാനും സാധിക്കും. സ്വന്തം നാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്കായും പഠനത്തിനായും പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പലരും നാട്ടിലുള്ളവരുടെ സമാധാനത്തിനായി ഇതൊന്നും പറയാതെ മറച്ചു വെക്കും. ചിലരിതെല്ലാം തുറന്നു പറയും. അപ്പോൾ ഇറ്റലിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.